സുരേന്ദ്രന്റെ ഒരു തമാശയുണ്ട് മെനഞ്ഞാന്ന്. എന്താ സുരേന്ദ്രൻ പറഞ്ഞ ഞങ്ങള് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ വയനാട്ടുകാര് ആകെ വയന്ന് കിടക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പുലി ഇറങ്ങാൻ കാരണം സുൽത്താൻ ബത്തേരി എന്ന പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ആന ഇറങ്ങാൻ കാരണം സുൽത്താൻ ബത്തേരി എന്ന പേരാണ്. ഞങ്ങൾക്കൊരു ബദൽ റോഡില്ലാത്തത് സുൽത്താൻ ബത്തേരി എന്ന പേര് കൊണ്ടാണ്. ഞങ്ങളിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് സുൽത്താൻ ബത്തേരി എന്ന പേര് കേട്ട് നെറ്റിത്തരിച്ചാണ്. ഏതാ പൊട്ടൻ കുണാപ്പന്മാരെ, ഞാൻ അറിയാണ്ട് ചോദിക്കണം. ഒരു രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. വയനാട്ടുകാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ബത്തേരി എന്ന പേര് മാറ്റിയ. ഇനി ബത്തേരി എന്ന പേര് ആരുണ്ടാക്കിയതാണ്? ഞങ്ങൾ അമ്മാവന്റെ പേരാണ് ബത്തേരി. അങ്ങ് മാറ്റിക്കൂടണോ? ഈ നാട്ടിലെ പേര് ഇവിടെ കൂരാച്ചുണ്ട് എന്ന പേര് വന്നത് എങ്ങനെയാണ്? എങ്ങനെയോ ചരിത്രത്തിൽ പേരുകൾ ഇങ്ങനെ വിളിച്ചു വിളിച്ചു പേര് വന്ന് നമുക്ക് കൂരാച്ചുണ്ടെന്ന് അറിയാൻ സൗകര്യമുള്ളത് കൂരാച്ചുണ്ടെന്ന പേരായതുകൊണ്ട് കൂരാച്ചുണ്ട്. പേരാമ്പ്ര എന്ന പേരറിയുന്നത് പേരാമ്പ്ര. ഇങ്ങനൊക്കെ മനുഷ്യൻ, ഇതിന്റെ പേരിലൊക്കെ മനുഷ്യനെ തമ്മിൽ തല്ലിച്ചിട്ട് എന്താണ് സുരേന്ദ്രൻ? ഈ സുരേന്ദ്രന്റെ നേതാവല്ലേ നരേന്ദ്രമോദി? അയാൾ ഇതിനേക്കാൾ കുറച്ചുകൂടി കൊള്ളാവുന്ന തന്ത്രങ്ങളും വിളവുകളും എടുക്കുന്നു എന്നല്ലാതെ എന്തർത്ഥമുണ്ട്? ഈ ഒരു രാജ്യം എങ്ങനെ ഉണ്ടായതാണെന്ന് ഈ നാട്ടിലെ ഈ സംഘി പുങ്കവന്മാർക്ക് സാമാന്യ വിവരമുണ്ടോ? 947 ഇന്ത്യ വരുമ്പോ, ഇന്ത്യ ഉണ്ടാവുമ്പോ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു ശാപവചസ്സുണ്ട്, നിരാശ കൊണ്ട് പറഞ്ഞ വാക്ക്: ഈ നാട് ലോകത്തിന്റെ മുമ്പിൽ ഒരു ദുരന്തമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നീയും ഈ RSS കാരനും ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു. അന്ന് ഗാന്ധിജിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അധികാരത്തിലേക്ക് പോയില്ല. ആ വാർദ്ധക്യം ബാധിച്ച മനുഷ്യൻ എല്ലുപോലെ എല്ലിച്ച ശരീരവുമായി ഇന്ത്യയുടെ തെരുവുകളിൽ നടന്നു. ഹിന്ദുവിനെ ഒന്നിക്കാൻ, മുസ്ലിമിനെ ഒന്നിക്കാൻ 4599 ജാതിയും മതങ്ങളും ഉണ്ട് ഇന്ത്യയില്. അവരെ ഒന്നിപ്പിക്കാൻ ഒരുമിപ്പിച്ച് നിർത്തി. ഈ രാജ്യം ഒരു ദുരന്തമാകുമെന്ന് പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിലിന്റെ മുമ്പിൽ ഇന്ത്യ ഒരു മഹാപേര് പോലെ എഴുന്നേറ്റ് നിന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഈ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുമ്പോ ഗാന്ധിജി പിറകിൽ ഒരു ചിന്താശക്തിയായി ഉണ്ടായിരുന്നു. നെഹ്റു പറയുന്നുണ്ട്, ഗാന്ധിജി മരിച്ചുപോയപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ കണ്ടമിടറിക്കൊണ്ട് പറയുന്നുണ്ട്, ലൈറ്റ് ഹാസ് ഗോൺ, വെളിച്ചം, നമ്മുടെ വെളിച്ചം അടഞ്ഞുപോയി. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ പോയി ചോദിക്കാമായിരുന്നു ആ മനുഷ്യനോട്. തീർന്നു. എന്തെല്ലാം കൊണ്ടുവന്നു പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്ത്, എന്തെല്ലാം, എത്ര വർഷത്തെ അധ്വാനാണ്. എന്നിട്ട് മെനഞ്ഞാന്ന് വന്നിട്ട് ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ കയറിയിട്ട് ഉള്ള വിമാന കമ്പനിയും വിറ്റു, എയർപോർട്ട് വിറ്റു, സീപോർട്ട് വിറ്റു. എന്നിട്ട് രാജ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി കുതിർന്നത് പറയാണ്, പന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി ഞമ്മ ഉണ്ടാക്കിയ രാജ്യമാണ്. നിങ്ങൾ എപ്പോഴുണ്ടാക്കിയ രാജ്യമാണ്? ഈ രാജ്യത്ത് അത്യധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഒരു നാടാണ്.